ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നാട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുത്ത സ്വാമി. നിയമം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, നിയമത്തെ അനുസരിക്കാത്തവൻ രാജ്യത്തിനെതിരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വാവിട്ട് വിളമ്പിയ നിയമപാലകൻ. എന്തൊക്കെയാ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലെ? അതെ, അങ്ങനെ ഒരു സ്വാമിയെക്കുറിച്ചും അങ്ങനെ ഒരു നിയമപാലകനെ കുറിച്ചും നമുക്ക് നോക്കാം. സദാനന്ദപുരം ആശ്രമം, അവിടുത്തെ മഠാധിപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാമിക്കെതിരെ ഭീഷണി നിലനിൽക്കുന്നു, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഇന്നലെ ഒരു സ്വാമിയെ ആരോ അടിച്ചു എന്ന രീതിയിലും വാർത്തകൾ വരികയും അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും, എന്നാൽ അത് തികച്ചും അന്യായമായ കേസ് മാത്രമാണെന്നും വെറുതെ അഭിനയിക്കുകയാണെന്ന രീതിയിലൊക്കെയും തന്നെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്തു തന്നെ ആയാലും ആ ആശ്രമം കാണണമെന്ന രീതിയിൽ, അവിടുത്തെ സ്വാമിയെയും കൂടി കണ്ട് സംസാരിക്കാമെന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ അവിടെ പോവുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് മറ്റൊരു സ്വാമിയാണ്. സ്വാമിയെ കണ്ട് ഗണേഷ് കുമാർ അമ്പരന്ന് പോവുകയും നിങ്ങളല്ലേ ചിക്കൻ കറി ഉണ്ടാക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് പബ്ലിക്കായി തന്നെ ചോദിക്കുകയും ചെയ്തു. അതിന്റെ കുറച്ച് പാർട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ ക്വാളിഫിക്കേഷൻ? ഗായത്രി മന്ത്രമെങ്കിലും അറിയാമോ? ഗായത്രി മന്ത്രം ഒന്ന് പറയാമോ? പറയണമല്ലോ. ഒരു സന്യാസി മിനിമം ഗായത്രി മന്ത്രം പറയണമല്ലോ. ആരോട്? പോലീസുകാരോട് പറഞ്ഞാൽ മതി. ചിക്കൻ വെക്കുന്ന വീഡിയോ കണ്ടില്ല? പിന്നെ ഇതിനിപ്പുണ്ട്, മുഖ്യമന്ത്രി കൊടുക്കും. മനസ്സിലായല്ലോ? സ്വാമി ആരാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗായത്രി മന്ത്രം പറയേണ്ട കാര്യമില്ലല്ലോ സന്യാസിക്ക്. കേരളത്തിലെ ഒരു മന്ത്രിയല്ല സ്വാമി ആക്ഷേപിക്കുന്നതേ, ഒരു സാധാരണ മനുഷ്യനെ അല്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് പോലീസ് നോക്കിക്കോളും. ഇതാണ് ആള് കേട്ടോ, പറഞ്ഞതിൽ അഹങ്കാരം മാത്രമേ ഉള്ളൂ. ഇതാണ് ആള്. ഈ നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വാമിമാർക്ക് അഹങ്കാരം പാടില്ല. സ്വാമിമാരെ ദൈവദാസന്മാരെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതെ, എന്തു തന്നെ ആയാലും മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മന്ത്രവും അറിയില്ല എന്ന് ഗണേഷ് കുമാറിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ഇതിന്റെ പേരിൽ ഗണേഷ് കുമാറിനെയും സ്വാമിയെയും ഒരുപാട് പേർ ട്രോളുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരുപക്ഷെ ചരിത്രം തന്നെ ആയിരിക്കാം. അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ പുറത്തു വരികയും ചെയ്തു. ലാസ്റ്റ് മല്ലിയിലൊക്കെ ഇട്ടപ്പം റെഡി. ഇനി ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഫൈനൽ ടച്ച് റെഡിയായി. ഇനി ഇതാണ് എടുത്ത് കഴിച്ചാ മതി. ഓക്കെ കാർത്തു, ബൈ. ഇത് അനിരുന്ന അമൃതാനന്ദ മാലതി മുമ്പ് പാചകം ചെയ്യുന്ന ദൃശ്യം. എന്തു തന്നെ ആയാലും ആരും കുറ്റം പറയാനൊന്നും നിൽക്കരുത്. ചിലപ്പോൾ ഇത് കുമ്പിടി സ്വാമി ആയിരിക്കാനൊക്കെയും തന്നെ സാധ്യതയുണ്ട്. ഒരേപോലെ രണ്ടുപേർ. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴുള്ള മന്ത്രിമാരിൽ ഏറ്റവും പ്രമുഖനായ, തൻ്റെ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള മന്ത്രി തന്നെയാണ് ഗണേഷ് കുമാർ. പക്ഷെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മൊത്തം ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നതിനും പറയുന്നതിനും എതിരാണ്. അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പഠിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ തന്നെ ഒരു കാർ ഓടിക്കുമായിരുന്നു. ഇതാ മതി, കാശ്മീരിൽ പോയാലും വണ്ടി നിൽക്കില്ല. അതാണ് ഇന്നത്തെ ഒരു മാറ്റം. ആ മാറ്റം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ലൈസൻസ് ഇല്ലാതെ തന്നെ ഒരു കാർ ഓടിക്കുമായിരുന്നു. അതെൻ്റെ സഹോദരിയുടെ വണ്ടിയായിരുന്നു, ഒരു ഫിയറ്റ് കാറാണ്. അത് വളരെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് സിൽവർ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കീ ഒക്കെ വണ്ടിയുടെ മുകളിലാക്കി. അപ്പോൾ അന്നൊരു ക്രേസാണ്. പ്ലെയിൻ പോലെയാണ്, സ്വിച്ച് എല്ലാം മുകളിലാക്കി, സ്റ്റീരിയോ മുകളിൽ ഫിറ്റ് ചെയ്തു. എപ്പോഴും ഒരു നല്ല സ്റ്റീരിയോ ഒക്കെ വയ്ക്കും. അന്ന് ഇവിടെ നിന്ന് സ്റ്റീരിയോ നല്ല സ്റ്റീരിയോ കിട്ടില്ല, വെളിയിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച ഒരു നല്ല പയനീറിൻ്റെ സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ട് അതാണ് ലൈസൻസ് ഇല്ലാതെ കുറേ നാൾ ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നെ സത്യത്തിൽ ആദ്യമായിട്ട് ലൈസൻസ് ഇല്ലാതെ പോലീസ് ഓടിക്കുന്നത് ലൈസൻസ് എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ്. അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പിന്നെ ഞാൻ ഉപയോഗിച്ച വണ്ടി എന്ന് പറയുന്നത് ആദ്യമായിട്ട്, അതെ, നിയമത്തിനും നിയമവീഴ്ചയ്ക്കും എതിരെ സംസാരിച്ച ഒരാൾക്ക് നിയമപാലകൻ ആവാമെങ്കിൽ ചിക്കൻ കറിയും ബീഫ് കറിയും കഴിച്ച ഒരാൾക്ക്, അതല്ലെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്ത ഒരാൾക്ക് എന്തുകൊണ്ട് സ്വാമി ആയിക്കൂടാ? പ്യൂർ വെജിറ്റേറിയൻ കഴിക്കുന്ന സ്വാമിയായി മാറിക്കൂടാ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാപം ചെയ്യാത്തവർക്ക് മാത്രമേ മറ്റുള്ളവരെ കല്ലെറിയാനുള്ള അവകാശമുള്ളൂ. പഴയ കാലത്താണെങ്കിൽ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ വീഡിയോകളായി നിലനിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താലും
പിന്നീട് 10-60 വർഷം കഴിഞ്ഞിട്ട് പോലും ഇത് കാണാനും കാണിക്കാനും ആളുകളുണ്ടാവും. അതുകൊണ്ട് സ്വാമിയായാലും ഉസ്താദുമാരായാലും ആരും തന്നെയായാലും എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് ചെയ്യുക എന്നത് മാത്രമാണ് ഈ വേളയിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ പബ്ലിക്കിൽ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുപ്പകാലത്തിൽ അവർ എന്ത് ചെയ്തു എന്നതല്ല പ്രാധാന്യം, ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം. പ്രമുഖരാക്കപ്പെട്ട പല ആളുകളും ജനനം മുതലേ ക്ലീൻ ഇമേജുമായി നടക്കുന്നവരൊന്നും ആയിരുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുകയും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്മൂലം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ പിന്നീട് പ്രമുഖരായിട്ട് മാറിയിട്ടുണ്ട്. അവർ ഫാസ്റ്റിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടായാൽ അതെടുത്ത് അദ്ദേഹം ചെയ്യുന്ന മുഴുവൻ നന്മയെയും എതിർക്കുകയല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രസൻസിൽ അവർ രണ്ടുപേരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും നല്ലൊരു വീഡിയോയുമായി അടുത്ത് കാണുന്നത് വരെ ഗുഡ് ബൈ.